ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചപ്പാത്തിക്കും അപ്പത്തിനും എല്ലാം നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു അടിപൊളി വെജിറ്റബിൾ റെസിപ്പി ആയിട്ടാണ്. വെജിറ്റബിൾ കറിയാണ്. കുക്കറിൽ വളരെ എളുപ്പത്തിൽ ഒരു 5 മിനിറ്റിൽ ഒരു 2 വിസിലെല്ലാം അടുപ്പിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കറിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 സവാള, 2 ഉരുളൻകിഴങ്ങ്, 2 പച്ചമുളക്, 2 ക്യാരറ്റ്, ഒരു മീഡിയം സൈസ് ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, 2 ഏലക്കായ, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി എടുത്ത് വെക്കണം. ഞാനിതിവിടെ എടുത്ത് വെച്ചിട്ടില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് ഞാൻ ക്യാരറ്റും പൊട്ടറ്റോയും എല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സവാള ഇഞ്ചി എല്ലാം തന്നെ ചെറിയ പീസസ് ആയിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കണം. ഇങ്ങനെ എല്ലാ വെജിറ്റബിൾസും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചത് ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഏലക്കായ, ഗ്രാമ്പൂ, പട്ട എന്നിവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അത് പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് വഴന്നു വരുമ്പോൾ നമുക്ക് അതിലേക്ക് പച്ചമുളകും സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് സവാളയുടെ കളറെല്ലാം ഒന്ന് ഏകദേശം ഒരു കളർ ചേഞ്ച് ആകുമ്പോഴത്തേന് നമുക്ക് ക്യാരറ്റും പൊട്ടറ്റോയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി എടുത്തുകൊണ്ടിരിക്കണം. ഇനി അതിലേക്ക് ക്യാരറ്റും ഉരുളൻകിഴങ്ങും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒത്തിരി നേരം ഒന്നും വഴറ്റണ്ട. ആ എണ്ണയെല്ലാം ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ കുറച്ചു നേരം ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഒരുപാട് മസാലയൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മസാല ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ആവശ്യാനുസരണം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
ഇനി അതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. വിസിൽ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കറിയെല്ലാം നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. ഒരു 1/4 കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. കാൽ കപ്പ് തേങ്ങ ചിരകിയതെടുത്താൽ മതി. അതോടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 2 മിനിറ്റ് അതൊന്ന് വെട്ടിത്തിളയ്ക്കണം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. അപ്പം നല്ല തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ചപ്പാത്തിക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരേക്കും ബൈ.